ഒരു വലിയ കൊമ്പത്തെ ടീം ഉണ്ടായിരുന്നു. കണ്ടില്ലേ എന്ത് കൊമ്പത്തടി? ഞങ്ങള് 8 വിക്കറ്റിനാ ജയിച്ച്. 8 വിക്കറ്റിന് ഞങ്ങളെ 4 ആൾക്കുള്ള അടിയും കൂടി നിങ്ങൾ അടിച്ചിട്ടില്ല. 9 ബോളിൽ 28 അടിച്ചേ. അതിനെപ്പറ്റി സംസാരിക്കുക. CS 42 വയസ്സുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് 9 ബോളിൽ 28. അതിനെ പറ്റി എന്ത് സംസാരിക്കാം? എന്താണ് വിഷയമല്ല ഇത്. മറ്റേ ശ്രീനിവാസന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു, പക്ഷെ പടം പൊട്ടി. ആ അവസ്ഥ അല്ലേ? വല്ലാത്ത കോമഡി. ലാസ്റ്റ് ധോണി വന്ന് കാണ്ട് 2 അടിക്ക് അടിച്ച് പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ടീമിന്റെ അവസ്ഥ ഈ IPL മൂപ്പര് ഔട്ട് ആയിട്ടേ ഇല്ല. ആയിക്കോട്ടെ, ഇൻഫിനിറ്റ് സ്ട്രൈക്ക് റേറ്റിലാണ് മൂപ്പര് കളിക്കുന്നത്. ഓപ്പണർ ഒന്നും അല്ലല്ലോ. ആവറേജ് സ്ട്രൈക്ക് റേറ്റ് അല്ല, ആവറേജ് സ്ട്രൈക്ക് റേറ്റ് 300 വില. അതിപ്പോ ലാസ്റ്റ് 2 ഓവർ നിൽക്കാനല്ലോ മൂപ്പര് വരുന്നത്. ആദ്യം ഇറങ്ങണ്ടേ? അതിപ്പോ 4 വീസിലാണ് വീസിക്കാണ്ട് അങ്ങനൊക്കെ തന്നെ. എന്നിട്ട് ഇപ്പൊ ടീമിന്റെ കാര്യത്തിക്ക് വരി. ഞങ്ങളെ കളി, രാഹുൽ കളി, ഡീകോക്ക് കളി, അതുപോലെ തന്നെ കൊളസ്പൂരം ഫിനിഷ് ചെയ്തു, സ്റ്റോയിനിസും അവിടെ ഗ്രീസിലുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് തൊട്ട് നക്കാൻ പോലും ഇല്ല നിങ്ങളെ റണ്ണ്. നിങ്ങൾ എത്താണ് മതി. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കളിച്ചാൽ മതി. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ കളിച്ചാൽ മതി. കാരണം മാത്രമല്ല ഇപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ളൂ 8 വിക്കറ്റിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ചെറിയ വിജയം അല്ല, അതൊക്കെ വലിയ വിജയം തന്നെയാണ്. ഇപ്പൊ തുടക്കത്തിലുള്ളവർ അടിച്ചാലേ തുടക്കത്തിലുള്ളവർ അവസാനം വന്ന് ധോണി അടിച്ചിപ്പോ ആ ന്യൂസിലൻഡ് ഒരു ചെറുക്കനെ അടിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞാണ്ട് രച്ചിൻ രവീന്ദ്രൻ. അത് കോൺവോയ്ക്ക് പരിക്കായതുകൊണ്ടാണ്. ആദ്യത്തെ കളി അടിച്ചപ്പോ എന്ത് നിങ്ങളെ തള്ളു ഭയങ്കര സംഭവം ഇല്ലേനോ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് 5 കളി മൂപ്പർ എന്താ ആകെപ്പാട് 50 റണ്ണോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അത് കുറ്റിയാണ് തീർച്ചിട്ട് മൂപ്പർ എന്നാ പന്ത് കണ്ടില്ല. ധൂപ ഉണ്ടായിരുന്നു. അത് ധൂപന്റെ കളിയൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കൂല ഞങ്ങൾ പറഞ്ഞാണ്. പിന്നെ ഇപ്പൊ ജഡേജ അടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ബോളും കൂടി നിങ്ങൾ നോക്കണം. തോയഞ്ഞാണ് അടിച്ചിക്കണം മൂപ്പര്. വിക്കറ്റ് ഒക്കെ കൂടി പോകുമ്പോ പിന്നെ ഒരു മനുഷ്യൻ കാട്ടേണ്ടി അത് പറഞ്ഞോളി. എന്തെങ്കിലും പറയാനുണ്ടോ? 3 6 വിട്ടുണ്ടെങ്കിൽ എത്ര ബോൾ എടുത്തു മൂപ്പര്? 5 വിക്കറ്റാണ് പോയപ്പോ പിന്നെ മൂപ്പർ എത്താൻ കാട്ടേണ്ടി. മൂപ്പർ കൂടി വന്നാണ്ട് ഔട്ടാക്കി. 5 വിക്കറ്റ് തല നേരത്തെ ഇറങ്ങേണ്ടി വരും. അതൊന്നും പറ്റില്ല. തല അവസാനം വരുള്ളൂ. പേടിയാണ്. ബാറ്റർമാരില്ല ബാക്കിൽ വരാൻ. അതുകൊണ്ടാണ് അവരെ കൊണ്ട് വെച്ച. പിന്നെ റിസീവ് പറഞ്ഞ ചങ്ങാനെ തള്ളി വെച്ചു നിങ്ങള്. നിങ്ങൾ തീരുമാനാക്കി മൂപ്പരെ കൊണ്ട് പറഞ്ഞാല് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കേറി പോയാണ് അടിച്ചിക്കണം. അടിച്ചു ഒന്നുമല്ല, വന്നേക്ക് അടിച്ചു തന്നെ അടിച്ചാ ബോള് എന്ന് പറഞ്ഞാ ഓന് ഒന്ന് ഇതാക്കി എറിഞ്ഞ് അവന്റെ റീച്ചിങ്. പറഞ്ഞാലേ നിങ്ങളെ ടീമിന്റെ അവസ്ഥ, നിങ്ങളിപ്പോ ജയിച്ചത് ഉടക്കെയാണ്. നിങ്ങൾ ആകെ ഒരു കളി ഞങ്ങൾ ഇവിടെ 7 കളി കളിച്ചില്ലേ, ഒരു 4 ഞങ്ങൾ ജയിച്ചു. നിങ്ങളും അത്ര ജയിച്ചിട്ടുള്ളൂ. വലിയ വർത്താനൊന്നും പറയാനുള്ളത്. പുറത്ത് ഒരു കളി മാത്രം നിങ്ങൾ ജയിച്ചിട്ടുള്ളൂ. ചപ്പോക്കിൽ എന്താണ്? ചപ്പോക്കിൽ നിങ്ങളെ അവസ്ഥ പറഞ്ഞാല് ഇതേമാതിരി വലിയൊരു കുജ്ജന ഉദ്യോഗം. എന്നിട്ട് നിങ്ങൾ അതിലിങ്ങനെ എല്ലാരും കൊണ്ടുപോയി വീഴ്ത്തും തള്ളിയിടും. അങ്ങനെ ജയിക്കണല്ലേ? അങ്ങനല്ല. പുറത്ത് വാങ്കട നോക്കണ്ട. മുംബൈ അങ്ങനെ തന്നെ. നിങ്ങൾ ഇതേ ടീമല്ലേ മറ്റേ ജെയ്സി ഒക്കെ മാറ്റി മറ്റേ മോഹൻ ബഗാന്റെ ജെയ്സി ഇട്ട് കണ്ട് കൊൽക്കത്തക്ക് പോയത്. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ ഇട്ടിക്കുന്ന തോട്ടല്ലേ നിങ്ങൾ വന്ന്? ആയിക്കോട്ടെ, പിന്നെ വർത്താനൊന്നുമില്ല. പുറത്ത് പോകുമ്പോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനൊന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ല. ഞങ്ങളിപ്പോ സൂപ്പറായിട്ട് തിരിച്ചു വന്ന് കളിച്ചുകൊണ്ടിരിക്കാണ്. നിങ്ങൾ വലിയ കൊമ്പത്തെ ടീമല്ലേനോ? ഞങ്ങളെ ഇന്ത്യൻ ബൗളർമാരെ, അൺകാപ്പഡ് ബൗളർമാരെ ബൗളർമാരെ അടിച്ചിട്ട് മാറ്റി ഞങ്ങളെ 42കാരനായിട്ടുള്ള യങ് വിക്കറ്റ് ലാസ്റ്റത്തെ 2 ഓവറിൽ കുറച്ച് അടിട്ടി എന്നുള്ള ശരിയാണ്. പക്ഷെ അതുവരെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. ഒരു കിട്ടലും ഇല്ല. കാരണം മുഹ്സിൻ ആണെങ്കിലും യാഷ് ആണെങ്കിലും ബാക്കിയുള്ള ക്രൂണലാണെങ്കിലും ഒക്കെ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂപ്പർ ആയിട്ടാണ് ഞങ്ങളെ ബോളർമാർ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത്. അപ്പൊ മൊത്തത്തിൽ എന്താറോ, നിങ്ങളെ ടീമില്ല, നിങ്ങളിങ്ങനെ തള്ളണമാരുള്ള ടീമൊന്നും CSK ഇല്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഫാൻസിന് വേണമെങ്കിൽ പൊക്കി പിടിച്ചാൽ ധോണി ചിലപ്പോൾ 2 6 2 4 ഒക്കെ അടിച്ചു. 2 കളി ജയിച്ചപ്പോ നിങ്ങൾ എന്തായാലും പറഞ്ഞു ഗെയ്ക്കോ അതൊന്നുമല്ല, കാര്യങ്ങൾ തീരുമാനിക്കണം ഞങ്ങളെ തലയാണ്, ധോണിയാണ് എന്നല്ല പറഞ്ഞു. തോൽക്കുമ്പോ എന്താ ടിപ്സ് കഴിഞ്ഞോ? അണ്ണന്റെ ടിപ്സ് കഴിഞ്ഞോ? വലിയ കാര്യമൊന്നുമില്ല. മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ടോസ് കിട്ടണില്ല ഗെയ്ക്കോ. അതിന് അതാണ് പ്രശ്നം. അപ്പൊ ഭാഗ്യക്കേടാണ്. പ്രധാന പ്രശ്നം അതാണ്. ടോസ് കിട്ടും.
ഭാഗ്യം ലോസും കിട്ടും കപ്പും കിട്ടും അതൊക്കെ ഇവിടെ എല്ലാ കൊല്ലം നമ്മള് കാണുന്നു. അല്ല നിങ്ങള് പറഞ്ഞാല് ഭയങ്കര ആൾക്കാരാണ്. നിങ്ങൾ ധോണി അടിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കും, ടീം ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ്, ടീം തോറ്റാലും നിങ്ങളപ്പോ അത് മെയിൻ ചെയ്യണില്ലല്ലോ. ടീമിന്റെ അവസ്ഥകൾ ടീം തോറ്റാൽ എന്താ ധോണി അടിച്ചില്ലേ? അതാണ് പറഞ്ഞത് ഓപ്പറേഷൻ സക്സസ്ഫുൾ. അവസ്ഥ കളി ആയിരുതാ? കളി ഏത് ഗ്രൗണ്ടിലാ? കളി ഞങ്ങളെ ഗ്രൗണ്ടില്. എന്നിട്ട് കളി കാണാൻ വന്നവർ ഏതാ കുപ്പായിട്ടിന്ന്? എന്നിട്ട് ബന്ധമുണ്ടായത് അത് മതി, ഒറ്റ കാര്യം മതി. ഓലൊക്കെ ഞങ്ങൾ ആരാണെന്നും ധോണി എന്താണെന്ന് മനസ്സിലാക്കാൻ. അതല്ല ഞാൻ പറഞ്ഞത്, തോറ്റ് കരഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പൊ ഞങ്ങൾ ഞങ്ങളെ ടീം എന്താണെന്നുള്ള നിങ്ങളെ ക്യാപ്റ്റൻ പറയാണ് ഇത് മിനി ചെപ്പോക്കാണ്. നിക്കോളാസ് പൂരം പറയാണ് ഇവിടെ നോക്കിയപ്പോ എന്താ പറ്റിയതാകെ ഫുള്ള് ചെപ്പോക്കിന്റെ അവസ്ഥ ആയിക്കണല്ലോ. ആണേ അതാണ് 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 ഒരു അതുകൊണ്ട് എന്താണ് കരുതി നിങ്ങള് ചെപ്പോക്കിൽ ജയിക്കണവർ ജയിക്കാൻ കരുതുന്ന രീതിയിലെ. പക്ഷെ ചെപ്പോക്കല്ല നിങ്ങൾക്ക് മനസ്സിലായി. കളിച്ചപ്പോ ഗ്രൗണ്ടിന്റെ മഞ്ഞക്കുപ്പായക്കാർ കണ്ടാണെങ്കിൽ ചെപ്പോക്കാണെന്നൊക്കെ കരുതിണ്ടാവും. പക്ഷെ കളിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ചെപ്പോക്കല്ല ഇത് പുറാണെന്നുള്ളത്. തോറ്റ് തൊപ്പിട്ടു അതാണ് സമ്മതിച്ചാളി.